അപ്പൊ എന്താ ഇറങ്ങിയേ? നമസ്കാരമുണ്ട്. കണ്ടിട്ട് ഒരാളായല്ലോ. എന്തുണ്ട് ചേട്ടാ വിശേഷമൊക്കെ? ഇങ്ങനെ പോകുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി സെയിലൊക്കെ ഡൗൺ ആണ്. 10,000-2,000 രൂപ ദിവസം സെയില് 2,000 രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു മാസം ഒരു 10,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് 10,000 മാസം ലാഭം അല്ലേ? പക്ഷെ 10,000 രൂപ കൊണ്ടൊന്നും നടക്കത്തില്ല. വലിയ ലാഭം വലിയൊന്നും ഇല്ല. കാര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞേ ഒരു വെരി ഗുഡ് പറഞ്ഞോട്ടെ. എന്താണ് പറഞ്ഞാ അതിനാണ് ചേട്ടൻ്റെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഇതൊന്നും അധികം മുതൽ മുടക്കോ ഒന്നുമില്ല. ഇപ്പൊ ചെയ്യുന്ന ബിസിനസിന്റെ കൂടെ ഒരു 5,000 രൂപയെങ്കിലും മാസം ലാഭം കിട്ടത്തക്ക രീതിയിൽ ഒരു പരിപാടിയായിട്ട് ഞാൻ എക്സ്ട്രാ ഇൻകം അതിനെപ്പറ്റി ഞാൻ പറയാം. ഇതൊരു ആപ്പാണ് ആപ്ലിക്കേഷനാണ്. ഡിജിസ്റ്റോർ പേ എന്നാണ് ഇതിന്റെ പേര്. ഈ ആപ്പ് നിങ്ങളെ ചേട്ടനെ പോലുള്ള കടകളിലാണ് സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ചേട്ടനെ ചുറ്റിപ്പറ്റി ഒരു 10-60 കുടുംബങ്ങൾ കാണുകയും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അവര് പഞ്ചസാര അരിയൊക്കെ മേടിക്കുന്ന ഇവിടെ നിന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു പാൻ എടുക്കണം. പാൻ കാർഡ് ഇപ്പൊ മസ്റ്റാണ്. പാൻ കാർഡ് അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നിന്നാലും അതാ. അപ്പൊ അതുപോലെ പാസ്പോർട്ട് എടുക്കണം. പിന്നെ ഇവിടെ കൂടുതൽ ബംഗാളികളൊക്കെ ഉണ്ടല്ലോ ഈ ഏരിയയില്. ഇവരെല്ലാം മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അവരിവിടുന്ന് പൈസ ഉണ്ടാക്കുന്നു, ബംഗാളിലേക്ക് അയക്കുന്നു. ബംഗാളി ഇന്ത്യ തന്നെയാണല്ലോ. അപ്പൊ മണി ട്രാൻസ്ഫർ ഉണ്ട് ഇതിന്റെ. പിന്നെ റീചാർജ് ചെയ്യണം. മൊബൈൽ റീചാർജ്, DTH റീചാർജ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആ ചെയ്യുന്നതിന് ചേർന്ന് നല്ലൊരു കമ്മീഷൻ കിട്ടും. ആ കമ്മീഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു 4,000-നും 5,000-നും ഇടയ്ക്ക് ഒരു മാസം ഇനിഷ്യലി ആകട്ടോ, തുടക്കത്തിൽ. ഇനി നമുക്കത് ഓരോ മാസം ചെല്ലുന്തോറും ഓരോ സർവീസ് ആഡായി വരുമ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഒരു 10-12,000 രൂപ ഒരു മാസം ലാഭം കിട്ടത്തക്ക രീതിയിലേക്ക്. അപ്പൊ അത് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഡിജിസ്റ്റോർ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. ആൻഡ്രോയിഡ് ഫോണല്ലേ ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിന്റെ അകത്ത് ഇപ്പൊ വേണ്ട, ഇതിന്റെ അകത്തോട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരാം. ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഇപ്പൊ റീചാർജ് ചെയ്യണമെങ്കിൽ അതിന്റെ പടം അതിന്റെ എല്ലാം ഉണ്ട്. വളരെ സിമ്പിളാണ്. ഇപ്പം വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചേട്ടൻ? ഇതിന്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഒരാള് ഇലക്ട്രിസിറ്റി ബില്ലാണ്, അതിന്റെ ബില്ല് ഇപ്പൊ ആരും മറ്റേ ഹാർഡ് കോപ്പി ഉപയോഗിക്കുന്നില്ല. എല്ലാരും ഇപ്പം സോഫ്റ്റ് കോപ്പീസ് ആണ്. ഇപ്പൊ ഗവൺമെന്റും പറയുന്നതാ പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കും. അപ്പൊ അതിന്റെ ബില്ല് ഡൗൺലോഡ് ആവും. ആ ഡൗൺലോഡ് അവരുടെ വാട്സാപ്പിലേക്ക് ചേട്ടൻ അയച്ചു കൊടുക്കും. വേറെ ഒന്നും വേണ്ട. ഇപ്പൊ ഇങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണം, കമ്പ്യൂട്ടർ വേണം, ആള് വേണം, വേറെ ആള് വേണം, അതിന്റെ സെറ്റിങ്സ് വേണം, അതിന്റെ ബോർഡ് വേണം. ഇതൊന്നും വേണ്ട. ചേട്ടൻ്റെ ഈ ഫോൺ മാത്രം, ഈ ഫോണിൽ കൂടെ കംപ്ലീറ്റ് പരിപാടി നടക്കും. വളരെ നല്ല ഇതാണ്. നമുക്കങ്ങ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആ ഫോണിൽ ഞാൻ തരാം. ഓക്കെ.